എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അത് എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതെന്തിനാണ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഇത് നാരായണൻ്റെ ടിഫിൻ, പാലക്കാടൻ ടിഫിൻ അങ്ങ് ടൈറ്റാണല്ലോ. ഇത് 1 2 3 4. അപ്പം 4 6 10. 6 4 10. അപ്പം ഇത് പൊന്നിയരിയാണ്, അല്ലെങ്കിൽ കോലം റൈസാണ്. പിന്നെ വെണ്ടയ്ക്ക കടലമാവിലിട്ട നമ്മുടെ ഫേവറേറ്റ് സാധനം. ഇത് നമ്മുടെ കടലക്കറിയാണ്. ഇത് ചക്കപ്പപ്പടം. ഇവിടെ തമിഴ്നാട്ടിലെ ഒരു സ്റ്റോറുണ്ട്, തമിഴ് സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് തൈര്, നാരായണ തൈര്. ഇത് ഒരു കറിയാണ്, എല്ലാ കറികളും തക്കാളി തേങ്ങ അരച്ചൊക്കെ വെച്ച് നല്ലൊരു കൂട്ടാനായിരുന്നത്. ഇത് ക്യാരറ്റ് തോരൻ, പിന്നെ കോലം റൈസ്, നാരായണ വെള്ളച്ചോറ്. അപ്പം കൂട്ടാനും എടുക്കാം. അപ്പം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പലർക്കും ഇത് കക്കടി ക്യാരറ്റ്. പലർക്കും വീഡിയോ ഇട്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. ചില സമയത്ത് ചോദിക്കുന്നത് അയ്യോ ഇന്ന് വന്നേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു. ആക്ച്വലി വീഡിയോ ഒന്നും ഇടുന്നുണ്ട്, പലരിലേക്കും എത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചക്കപ്പപ്പടം നല്ല മധുരമാണ്, ചക്കയുടെ രുചിയൊന്നുമില്ല, എന്തോ സ്വീറ്റ്നർ ചേർത്താണെന്ന് തോന്നുന്നു. പിന്നെ ക്യാരറ്റ് തോരനെടുക്കാം. ചോറിനകത്ത് ഓൾറെഡി ഞാൻ തൈര് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാരായണം കൊണ്ടുവന്ന പ്രത്യേക കറി എടുക്കാം. കടലക്കറി എടുത്തു. പിന്നെ വെണ്ടയ്ക്ക കടലമാവിലിട്ടത് നമുക്കെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഓൾറെഡി തൈരൂടെ ചോറിനകത്തുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട, നല്ല ടേസ്റ്റിയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. അപ്പം നാരായണൻ്റെ ചോറ് കാണിക്കാം. ഇപ്പം നാരായണൻ കഴിക്കുന്നത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യുന്ന പോലെ ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരിലും എത്തും, എല്ലാവർക്കും കാണാൻ പറ്റും.